മലപ്പുറം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പൊതുതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ്, ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. രാവിലെ 6-ന് മോക്ക് പോൾ നടക്കും. മലപ്പുറം ജില്ലയിൽ 36,18,851 വോട്ടർമാരാണ് മലപ്പുറം ജില്ലയിലുള്ളത്. നമുക്ക് ഗ്രാമപഞ്ചായത്തുകൾ 94 ഗ്രാമപഞ്ചായത്ത്, 15 ബ്ലോക്ക് പഞ്ചായത്ത്, ഒരു ജില്ലാ പഞ്ചായത്ത്, 12 മുനിസിപ്പാലിറ്റി, അങ്ങനെ 122 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായിട്ട് 2788 വാർഡുകളാണ് ഉള്ളത്. ഈ ഗ്രാമപഞ്ചായത്തുകളിൽ 2000-ഉം ബ്ലോക്ക് പഞ്ചായത്തിൽ 250-ഉം ജില്ലാ പഞ്ചായത്തിൽ 33-ഉം മുനിസിപ്പാലിറ്റികളിലായിട്ട് 505-ഉം അങ്ങനെ 2788 വാർഡുകളാണ്. ഈ 2788 വാർഡുകളിലായി 4343 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത്. റിട്ടേണിംഗ് ഓഫീസർമാർ 131 റിട്ടേണിംഗ് ഓഫീസർമാർ ആണ് ഈ പ്രവൃത്തി ഇലക്ഷൻ സംബന്ധിച്ച പ്രധാന വർക്ക് നിർവഹിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 94 റിട്ടേണിംഗ് ഓഫീസർമാരും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 15 പേരും ജില്ലാ പഞ്ചായത്തിലേക്ക് ജില്ലാ കളക്ടറാണ് റിട്ടേണിംഗ് ഓഫീസർ. മുനിസിപ്പാലിറ്റി 12 മുനിസിപ്പാലിറ്റികളായി 21 റിട്ടേണിംഗ് ഓഫീസർമാർ, അങ്ങനെ 131 റിട്ടേണിംഗ് ഓഫീസർമാരാണ് മലപ്പുറം ജില്ലയിലുള്ളത്. സ്ഥാനാർത്ഥികൾ സ്ത്രീകൾ 4018 സ്ഥാനാർത്ഥികൾ സ്ത്രീകളാണ്, 4363 സ്ഥാനാർത്ഥികൾ പുരുഷന്മാരാണ്. ആകെ 8381 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ജില്ലയിൽ 17,40,280 പുരുഷന്മാരും 18,78,520 സ്ത്രീകളും 51 ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടെ 36,18,851 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ അർഹരായി ജില്ലയിലുള്ളത്. മൂത്തേടം ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ പായിപ്പാടത്തെ ഒരു സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനാൽ ഈ വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവച്ചിട്ടുണ്ട്. 94 ഗ്രാമപഞ്ചായത്തുകളിലായി 29,91,292 വോട്ടർമാരും അതിൽ പുരുഷന്മാർ 14,38,848, സ്ത്രീകൾ 15,52,408, ട്രാൻസ്ജെൻഡേഴ്സ് 36, 12 നഗരസഭകളിലായി 6,27,559 വോട്ടർമാരും അതിൽ പുരുഷന്മാർ 3,01,432, സ്ത്രീകൾ 3,26,112, ട്രാൻസ്ജെൻഡറുകൾ 15 എന്നിങ്ങനെയാണുള്ളത്. 517 പ്രവാസികൾ ഗ്രാമപഞ്ചായത്തിലും 85 പേർ മുനിസിപ്പാലിറ്റിയിലും വോട്ടർമാരായുണ്ട്. 94 ഗ്രാമപഞ്ചായത്ത്, 15 ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, 12 മുനിസിപ്പാലിറ്റികൾ എന്നിവയുൾപ്പെടെയുള്ള ജില്ലയിലെ 122 തദ്ദേശ സ്ഥാപനങ്ങളിലെ 2789 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 8381 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ 4363 പുരുഷന്മാരും 4018 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഗ്രാമപഞ്ചായത്തിലെ 2001 വാർഡുകളിലേക്കായി 2887 സ്ത്രീകളും 3115 പുരുഷന്മാരും ഉൾപ്പെടെ 6002 പേരാണ് ജനവിധി തേടുന്നത്. 280 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കായി 373 സ്ത്രീകളും 436 പുരുഷന്മാരും ഉൾപ്പെടെ 819 സ്ഥാനാർത്ഥികളുണ്ട്. 505 നഗരസഭാ ഡിവിഷനുകളിലേക്ക് 693 സ്ത്രീകളും 741 പുരുഷന്മാരും ഉൾപ്പെടെ 1434 പേർ മത്സരിക്കുന്നു. തെരഞ്ഞെടുപ്പിനായി 4343 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ 3777, മുനിസിപ്പാലിറ്റിയിൽ 566 ബൂത്തുകളുണ്ട്. 203 ലൊക്കേഷനുകളിലായി 295 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 277 സെൻസിറ്റീവ്, 18 ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്തുകളിലാണിത്. പൂർണ്ണമായും വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ്. 15,260 ബാലറ്റ് യൂണിറ്റുകളും 5,600 കൺട്രോൾ യൂണിറ്റുമാണ് ജില്ലയിൽ ഉപയോഗിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ 14,490 ബാലറ്റ് യൂണിറ്റുകളും 4,730 കൺട്രോൾ യൂണിറ്റുകളും മുനിസിപ്പാലിറ്റിയിൽ 770 വീതം കൺട്രോൾ ബാലറ്റ് യൂണിറ്റുകളും ഉപയോഗിക്കും. നഗരസഭയിൽ 1, ഗ്രാമപഞ്ചായത്തുകളിൽ 3 ബാലറ്റ് യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റിന് വെള്ള നിറവും, ബ്ലോക്ക് പഞ്ചായത്തിന് പിങ്ക് നിറവും, ജില്ലാ പഞ്ചായത്തിന് ഇളം നീല നിറവുമാണ്. മുനിസിപ്പാലിറ്റികളിൽ ഉപയോഗിക്കുന്ന ബാലറ്റ് യൂണിറ്റിന് വെള്ള നിറമാണ് ഉള്ളത്. ആകെ 20,848 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത്. 4,343 വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും 8,686 പോളിംഗ് ഓഫീസർമാരും
വിവിധ പോളിംഗ് ബൂത്തുകളിൽ ഡ്യൂട്ടിയിലുണ്ടാകും. 869 വീതം പ്രിസൈഡിംഗ്, ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ, 1738 പോളിംഗ് ഓഫീസർമാർ എന്നിവർ റിസർവിലുമുണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമാധാനപരമായ നടത്തിപ്പിനായി 7000-ഓളം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ജില്ലയിലെ 2000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റു ജില്ലകളിലെ ബറ്റാലിയനുകളിൽ നിന്നായി 3000-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിലെ ലോക്കൽ പോലീസിന് പുറമെ ക്രൈംബ്രാഞ്ച്, വിജിലൻസ്, എക്സൈസ്, ഫോറസ്റ്റ്, മോട്ടോർ വാഹന വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരെയും ഹോം ഗാർഡുമാരെയും നിയോഗിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി 1618 പേരെയും ബൂത്തുകളിലെ സുരക്ഷാ ചുമതലയിൽ നിയോഗിക്കുന്നുണ്ട്. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുൻപുള്ള സമയം മുതൽ, അതായത് ഡിസംബർ 9 വൈകുന്നേരം 6 മുതൽ 11 വൈകുന്നേരം 6 വരെ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ 27 സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ വിവിധ ഡിവൈഎസ്പിമാരുടെ കീഴിൽ പോലീസിന്റെ ശക്തമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ച് പോളിംഗ് ബൂത്തിലേക്കും പോള് ചെയ്ത ഇവിഎമ്മുകൾ സുരക്ഷിതമായി തിരികെയും എത്തിക്കും. പോളിംഗ് ബൂത്തുകളിലും ഡിവൈഎസ്പിമാരുടെ കീഴിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിവസം പഞ്ചായത്തുകളിൽ പോളിംഗ് സ്റ്റേഷന് 200 മീറ്റർ അകലത്തിലും മുനിസിപ്പാലിറ്റികളിൽ 100 മീറ്റർ അകലത്തിലും മാത്രമേ രാഷ്ട്രീയ പാർട്ടികളുടെ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കാവൂ. തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ, വരണാധികാരി, സുരക്ഷാ ഉദ്യോഗസ്ഥർ, പ്രിസൈഡിംഗ് ഓഫീസർ, വെബ്കാസ്റ്റിംഗ് ഓഫീസർ, സെക്ടറൽ ഓഫീസർ എന്നിവർ ഒഴികെ മറ്റാർക്കും പോളിംഗ് സ്റ്റേഷനുകൾക്കകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാൻ അനുമതിയില്ല. അന്ധത മൂലമോ മറ്റ് ശാരീരിക അവശത മൂലമോ ഒരു സമ്മതിദായകന് ചിഹ്നം തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യുന്നതിനുള്ള ബട്ടൺ അമർത്തുന്നതിനോ വോട്ടിംഗ് മെഷീനിൽ ബാലറ്റ് ബട്ടണോട് ചേർന്നുള്ള ബ്രെയിൽ ലിപി സ്പർശിച്ച് വോട്ട് ചെയ്യുന്നതിനോ പരസഹായം കൂടാതെ കഴിയുകയില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യം വരുന്ന പക്ഷം വോട്ടർക്ക് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ചും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യുന്നതിന് 18 വയസ്സിൽ കുറയാത്ത പ്രായമുള്ള ഒരു സഹായിയെ കൊണ്ടുപോകുവാൻ അനുവദിക്കും. അത്തരം അവസരത്തിൽ സമ്മതിദായകന്റെ ഇടത് ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നതോടൊപ്പം സഹായിയുടെ വലത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നോട്ട രേഖപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരു സമ്മതിദായകന് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു തലത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നില്ലെന്ന് തീരുമാനിച്ചാൽ അയാൾക്ക് താൽപര്യമുള്ള തലത്തിലെ വോട്ട് മാത്രം രേഖപ്പെടുത്തിയ ശേഷം അവസാന ബാലറ്റിലെ എൻഡ് ബട്ടൺ പ്രസ് ചെയ്ത് വോട്ടിംഗ് അവസാനിപ്പിക്കുവാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്താം. വാർത്താ സമ്മേളനത്തിൽ പൊതുനിരീക്ഷകൻ PK അസിഫ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ CR ജയന്തി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. SS Gold, pure gold.